ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 അവസാനിച്ചു. ഡിസംബർ 31 വരെ റിലീസ് ചെയ്ത സിനിമകളും സെൻസർ ചെയ്ത സിനിമകളും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. കഴിഞ്ഞ വർഷം 220 സിനിമകളാണ് തിയേറ്ററിൽ വന്നത് എന്ന് പറയുമ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു, 220 സിനിമകൾ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തോ? ഏതൊക്കെ സിനിമകൾ? അതാണ് അവസ്ഥ എന്ന് ആലോചിക്കണം. 220 സിനിമകൾ റിലീസ് ചെയ്തിട്ട് അതിൻ്റെ പകുതിയല്ല, അതിൻ്റെ പകുതി 25% സിനിമയുടെ പേര് പോലും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനിമയുടെ അവസ്ഥ. ഞങ്ങൾക്ക് പോലും കണക്കുകൾ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സിനിമ കൊണ്ട് എന്താണ് ഗുണമുണ്ടായിട്ടത്? സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഓടുന്ന സിനിമ മാത്രമല്ല, ഓടാത്ത സിനിമയും കലാപരമായി വിജയിച്ച സിനിമകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും ഗുണമില്ലാത്ത രീതിയിൽ സിനിമകൾ ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ അത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കണമോ എന്നൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത്. എങ്കിൽ എത്ര സിനിമയ്ക്ക് കാശ് കിട്ടി? ഇവിടെ സിനിമകളെല്ലാം കോടികൾ വേണം സിനിമ ചെയ്യാനെന്ന് പറയുന്നത്. നിസ്സാര തുകയ്ക്കൊന്നും ആരും സിനിമ ചെയ്യുന്നില്ല. അപ്പോൾ കോടികൾ മുടക്കി സിനിമ ചെയ്ത് അത്തരം സിനിമകളിൽ എത്ര എണ്ണം വിജയിച്ചു? 14 സിനിമയുടെ പേര് പറയുന്നതിനോട് വിജയിച്ച സിനിമകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സൂപ്പർ ഹിറ്റായ സിനിമകളുടെ പേര് ഒരു 7-8 സിനിമകളുടെ പേരും വരുന്നുണ്ടെന്ന് ആലോചിക്കണം. അതിൽ തന്നെ പഴയ നമ്മുടെ മെഗാസ്റ്റാറുകളുടെ സിനിമയ്ക്ക് വല്ല ഗുണമുണ്ടായിട്ടുണ്ടോ എന്നൊരു ആക്കിയ ചോദ്യവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മോഹൻലാലിനെയും ഉദ്ദേശിച്ചാണ് ചോദിച്ചത്, മനസ്സിലായി. കാരണം മമ്മൂട്ടി അങ്ങനെയല്ലല്ലോ. മമ്മൂട്ടിയുടെ റിലീസ് ചെയ്ത സിനിമകളെല്ലാം തന്നെ കലാപരമായും കച്ചവടപരമായും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ലാലിൻ്റെ സിനിമകൾ, ലാലിൻ്റെ പേരിനനുസരിച്ചുള്ള പ്രശസ്തി സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ആകെ പറയാവുന്ന, അത് പഴയ കടം വീട്ടാൻ ഓടിക്കൊണ്ടിരിക്കുന്ന പടം നേര് എന്ന സിനിമയാണ് മോഹൻലാലിൻ്റെ. അത് ഡിസംബർ അവസാനമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ കണക്കെടുത്തുമ്പോൾ ഇങ്ങനെ ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് മലയാള സിനിമയിൽ നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ എല്ലാ സിനിമകളും തിയേറ്ററിൽ എത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടാകാറില്ല. കാരണം 320ഓളം സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ പൂർത്തിയായി എന്നാണ് റിപ്പോർട്ട്. അതിൽ തന്നെ സെൻസർ കഴിഞ്ഞ കുറേ സിനിമകൾ 250ഓളം സിനിമകൾ സെൻസർ ചെയ്ത സിനിമകളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ട് വലിയ കോടികളാണ് സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ കഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും വിശദമായി ഇവിടെ പറയുന്നില്ല. കാരണം നഷ്ടം വന്നാലും അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അത് പറയാൻ കാരണം 2022 176 സിനിമകളാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത് ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു 176 സിനിമകളോ? ഇപ്പോൾ നമുക്ക് 220 ആലോചിക്കണം. അപ്പോൾ 176 സിനിമ പറഞ്ഞുകൊണ്ട് അത്രയായി 146 സിനിമകൾ 2022 കൂടുതൽ 23 റിലീസ് ചെയ്തു എന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമാ വ്യവസായം ചിലർക്ക് മാത്രം ലാഭമുണ്ടാക്കുന്നു എന്നാണ് വരുന്നത്. ഇപ്പം ഇതിൽ തന്നെ ചോദിക്കുന്നു, എല്ലാ വർഷവും ഇപ്പോഴും മമ്മൂട്ടി അല്ലേ മുന്നിൽ, മമ്മൂട്ടി അല്ലേ നമ്പർ 1 എന്ന് മമ്മൂട്ടിയുടെ ആരാധകർ ചോദിക്കുന്നുണ്ട്. ആരാധകർക്ക് മാത്രമല്ലത്, ഈ വർഷത്തിൽ മമ്മൂട്ടി തന്നെയാണ് എതിരാളികളില്ലാത്ത രീതിയിൽ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. മമ്മൂട്ടിയുടെ 2-3 സിനിമകൾ മതി. കാശ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണം വാരി പടങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ത് പോക്കാണ്. ഇപ്പോൾ നമ്മുടെ ഭരത് ഗോപി, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ ഇങ്ങനെ ഒറ്റ സീനുള്ളൂ. അങ്ങനെ അയക്കണം. അതായത് ഇയാൾ നിൽക്കുമ്പോൾ ബസ് ഇങ്ങനെ പറപ്പിച്ചുമ്പോൾ ചെളിവെള്ളം തെറിപ്പിച്ചിട്ട് ഇങ്ങനൊരു പ്രത്യേക എന്തൊരു സ്പീഡ് എന്ന് പറയും. ആ ഒറ്റ സീൻ മതി. ഭരത് ഗോപി എന്നുള്ള നടൻ ആരാണെന്നറിയാം. ആ ഒറ്റ സീൻ എന്നതുപോലെ എന്തൊരു സ്പീഡാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് പലരും കാണുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ സ്ക്വാഡിൻ്റെ സ്പീഡ് എന്ന് പറയാൻ കാരണം ഇങ്ങനൊരു പടം മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ്. കണ്ടമാനം കാശുണ്ടാക്കി. അത് കഴിഞ്ഞ് വന്നൊരു കാതൽ എന്നുള്ള സിനിമ വന്നു മമ്മൂട്ടിയുടെ.
അത് ചെലവ് ചുരുക്കിയതാണെന്നും പറയുന്നുണ്ട്, കലയും കച്ചവടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിവാദപരമായ സിനിമ, ഒരുപക്ഷെ 2023 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ് കാതൽ. പണം വാരിയ സിനിമയാണ് കാതൽ. അതിലൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമുള്ള സിനിമകളിൽ മുന്നിൽ നിൽക്കുന്നൊരു സിനിമയാണ് കാതൽ എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, മമ്മൂട്ടിയെപ്പോലെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു നായക നടൻ, ഒരു വില്ലൻ പരിവേഷമുള്ള പ്രതിനായക സ്ഥാനത്ത് നിൽക്കാവുന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിച്ച് കയ്യടി നേടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഈ അടുത്ത കാലത്ത് ഡിസംബറിൽ തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയുണ്ടായിരുന്നു. അത് കണ്ടവർ പറഞ്ഞത് അവിടെ ഈ സിനിമ കാതൽ കാണാനാണ് പ്രേക്ഷകർ പല പ്രാവശ്യം തള്ളിക്കൂടിയെന്ന് ആലോചിക്കണം. അത്രമാത്രം തിരക്ക് ആ സിനിമയ്ക്കുണ്ടായിരുന്നു. ഇതിവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് കേട്ട് ഈ സിനിമയ്ക്ക് പ്രോത്സാഹനം കൊടുത്തവർ നിരവധിയുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ മറ്റു സിനിമകളെ മാറ്റി നിർത്തിയാൽ പോലും ഈ 2 സിനിമകൾ മാത്രം മതി മമ്മൂട്ടിക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാനെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ ഈ ദിലീപിൻ്റെ കാലം കഴിഞ്ഞു. ദിലീപിൻ്റെ ഇറങ്ങിയ പടങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പടമുണ്ടല്ലോ, ബാന്ദ്ര, അതിൻ്റെ പ്രൊഡ്യൂസർ വരെ പറഞ്ഞു ഇത്രയും കോടികൾ നഷ്ടം വന്നിരിക്കുന്നു. അങ്ങനെ ദിലീപിൻ്റെ പല പടങ്ങളും ഇറങ്ങിയിരിക്കുന്നു. ദിലീപിൻ്റെ കാലം കഴിഞ്ഞു അല്ലേ, ഒറ്റ പടം പോലും വിജയിച്ചില്ലോ എന്ന് ചോദിച്ചവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതാണ്, അങ്ങനെ നമുക്ക് ആരെയും എഴുതിത്തള്ളാറായിട്ടില്ല. കാരണം വോയിസ് ഓഫ് സത്യനാഥൻ എന്നുള്ള സിനിമ ദിലീപിൻ്റെ പേരിലാണ് ഇറങ്ങിയിട്ടുള്ളത് ആലോചിക്കണം. ആ സിനിമ കാശ് കിട്ടിയ പടമാണ്. ആ കാശ് കിട്ടിയ പടം ദിലീപ് ഇപ്പോൾ കൂടുതൽ ഹിറ്റുകൾ നൽകുന്നില്ലെങ്കിലും, ദിലീപിൻ്റെ പേരിൽ കേസുണ്ടെങ്കിലും, ദിലീപ് ഒരു കലാകാരൻ, ഒരു നടൻ എന്ന നിലയ്ക്ക് ചെയ്ത സിനിമ ഹിറ്റായെങ്കിൽ ഹിറ്റായി എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണത്. പിന്നെ പൃഥ്വിരാജിൻ്റെ പടങ്ങളൊന്നും അധികം പോയിട്ടില്ല, വൻ വിജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലോചിക്കണം. അതേ സ്ഥാനത്ത് ടോവിനോയുടെ പടങ്ങൾ നന്നായിട്ട് പോയിട്ടല്ലോ. 2018 ഓർക്കാപ്പുറത്ത് ബമ്പർ ഹിറ്റടിച്ച സിനിമയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ 2018 എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആലോചിക്കണം. ഒരു പരസ്യവുമില്ലാതെ, അതായത് സൂപ്പർ സ്റ്റാറുകളില്ലാതെ വന്നൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ദുരന്തത്തെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ അല്ലേ, വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്തെല്ലാം കേട്ടിരിക്കും. നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ, ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടവർ, വേണ്ടപ്പെട്ട നഷ്ടപ്പെട്ട എല്ലാം ഉണ്ട്. പക്ഷേ അതേപോലെ അതിനേക്കാൾ മനോഹരമായ സിനിമ ചെയ്യാൻ കാണുന്നു. നമ്മുടെ മുന്നിലാണ് ദുരന്തം നടക്കുന്നത് ആലോചിക്കണം. അവിടെയും നമ്മൾ ആലോചിക്കണം. ഇതിൽ നായകൻ സ്ഥാനത്ത് നിൽക്കുന്നത് ടൊവിനോയാണ്. ടൊവിനോയുടെ മരണം പോലും പ്രേക്ഷകരിൽ വേദനയുണ്ടാക്കിയത്. അങ്ങനെ അത്രമാത്രം മനോഹരമായ സിനിമ എടുത്തു എന്ന് മാത്രമല്ല, ഓസ്കാർ നോമിനേഷനിൽ ആ സിനിമ പോയി എന്നാലോചിക്കണം. അവിടെ അവർ മത്സരിച്ചോ ജയിച്ചോ എന്നുള്ളതല്ല, ഓസ്കാറിലേക്ക് കൂടി ആ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നല്ലേ. പിന്നെ പലരും കളിയാക്കുന്ന ചില സിനിമ, രോമാഞ്ചം സിനിമ, അത് നമ്മൾ വിചാരിക്കാത്ത പോലെ നല്ല രീതിയിൽ പോയിട്ടുള്ളതാണിത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഈ ഇടയ്ക്ക് ആ ബോർഡ് കണ്ട പറഞ്ഞ എന്താ ഈ ബോർഡിൽ അക്ഷരപശുണ്ട്, ഇത് ഫാമിലി എന്നല്ലേ സിനിമയുടെ പേര്, അതൊരു ഫാലിമി എന്നിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അക്ഷരത്തെറ്റൊന്നുമല്ല, അതാണ് ആ ടൈറ്റിലിൻ്റെ ഹൈലൈറ്റ് എന്ന് ആലോചിക്കണം. ആ സിനിമ കാണാനും ആ ടൈറ്റിൽ വായിക്കാനും ചർച്ച ചെയ്യാനും നിങ്ങൾ പ്രേരിപ്പിക്കുമെങ്കിൽ ആ സിനിമ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് പറയാൻ കാരണം. മുൻപ് ജയരാജ് ഒരു പടം എടുത്തു വിടാൻ, ജയരാജിൻ്റെ ആ പടം ബമ്പർ ഹിറ്റായി പോയി. പുതിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, ഒരു കുട്ടി, വിജയരാഘവൻ, അങ്ങനെ കുറച്ച് പേരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള. അതിൽ പരസ്യം ഇങ്ങനെയായിരുന്നു, ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള എൻ്റെ വേദനയാണ്. ഇങ്ങനെ മമ്മൂട്ടി അങ്ങനെ കുറേ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ആ ടൈറ്റിൽ പബ്ലിസിറ്റിയെ ഒരു പരിധിവരെ ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചു. സിനിമ ബമ്പർ ഹിറ്റായി വേറെ കാര്യം. അപ്പോൾ ഹിറ്റുകൾ ഉണ്ടാവണം. ഹിറ്റുകൾ മുഴുവനായില്ലെങ്കിലും മുടക്ക് മുതലെങ്കിലും കിട്ടണം. മുടക്ക് മുതൽ കിട്ടുന്നതോടൊപ്പം തന്നെ കലയും കച്ചവടം നിറഞ്ഞ സിനിമകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന സിനിമകൾ, അതായത് തിരുവനന്തപുരം ചിത്രാഞ്ജലി ലാബിൽ മാത്രം, ആ ലാബിൽ താൻ
എത്രയോ സിനിമകളാണ് കെട്ടിക്കിടക്കുന്നത്. ആ സിനിമകൾ കൂടി പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കണം. ആ സിനിമകളെ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാരും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ സിനിമാ കച്ചവടം കച്ചവടമാണെന്നുള്ള പ്രചരണം മാറ്റിവെച്ചുകൊണ്ട് നല്ല സിനിമകൾ കൂടി ഉണ്ടാകട്ടെ. അടുത്ത വർഷത്തിൽ ഈ ഇത്തരത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങളിത് അവസാനിപ്പിക്കുന്നത്.